പരിശുദ്ധാത്മാവിൻ കൂട്ടായ്മ വേണം, പരിശുദ്ധാത്മാവിൻ കാവൽ വേണം, പരിശുദ്ധാത്മാവൻ കൂടെ വേണം, പരിശുദ്ധാത്മാവേ. Most of the time we are praying with our intelligence, and our intelligence says this is needed for you. And that must be the biggest folly if we see it in a spiritual manner. ആത്മാവിൽ കാര്യങ്ങളെ കാണുമ്പോൾ, അതുകൊണ്ടാണ് ആത്മീകർക്ക് ആത്മീകമായത് തെളിവാകുന്നത്, അല്ലാത്തവർക്ക് അത് മനസ്സിലാകത്തില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് മൈഗ്രെയിൻ തരണേ, എനിക്ക് ക്യാൻസർ തരണേ എന്നൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ബുദ്ധി നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. പക്ഷെ ആത്മാവിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ചിലപ്പം കർത്താവ് എനിക്ക് ക്യാൻസർ തരണേ എന്നൊക്കെ ആയിരിക്കും, ആർക്കറിയാം. അതുകൊണ്ട് ആരും ഇനി അന്യഭാഷ പറയുന്നത് നിർത്തുമെന്ന് വേണ്ട. കാര്യം വേണ്ടും പോലെ പ്രാർത്ഥിക്കാൻ നമുക്ക് എന്ത് ചെയ്യത്തില്ല, അറിയത്തില്ല. പ്രാർത്ഥിക്കണമെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ഇതാണ് ആത്മാവ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് തുണ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് അടുത്തായിട്ട് പഠിക്കേണ്ടത്, ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു സ്പിരിറ്റ് തലത്തിലേക്ക് നമ്മൾ കയറുന്നു. ഒരു സ്പിരിച്വൽ വാർഫെയറിനെ കുറിച്ച് ഒത്തിരി നമ്മൾ വിശാലമായിട്ട് പഠിക്കണം. പക്ഷെ ഞാനിതൊന്ന് ടച്ച് ചെയ്ത് പോകാനായിട്ട് ആഗ്രഹിക്കണം. ഈ ആത്മാവിലെ പ്രാർത്ഥന നമ്മളൊക്കെ പറയുന്ന സ്പിരിച്വൽ വാർഫെയർ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മുടെയൊക്കെ ചിന്ത ദേശാധിപതികൾക്കെതിരെ പോരാടുകയും അമ്പലത്തിന്റെ ചുറ്റും നടക്കുകയും പിന്നെ നേരം വെളുത്ത് ബന്ധനങ്ങളെല്ലാം അല്ലെങ്കിൽ ഗംഗാനദിയുടെ അടുത്ത് കൊണ്ടുപോയി കമ്പൊടിച്ച് കളയുകയും സാത്താനെ ചവിട്ടി പൊട്ടിക്കുകയും ബലൂണ് പൊട്ടിക്കുകയും അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങളാണ് നമുക്ക് സ്പിരിച്വൽ വാർഫെയർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത്. വാസ്തവത്തിൽ സ്പിരിച്വൽ വാർഫെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള എന്തെങ്കിലും പുറമേ ഉള്ള പ്രകടനങ്ങളല്ല. ഒന്നാമത്തെ കാര്യം, പുറമേ ഉള്ള പ്രകടനങ്ങൾ കൊണ്ട് ഇതൊക്കെ കഴിയുമായിരുന്നെങ്കിൽ വളരെ ഈസി ആയിരുന്നല്ലേ. അപ്പൊ സാത്താനെ ചവിട്ടി പൊട്ടിച്ച ഉടനെ തന്നെ ഒരു ബലൂൺ ചവിട്ടി പൊട്ടിച്ച സാത്താൻ അങ്ങ് തകരുമായിരുന്നെങ്കിൽ എന്ത് ഈസി ആയിരുന്നു. കർത്താവിന് മനുഷ്യവർഗത്തെ രക്ഷിക്കാൻ ഇത്രയും പ്രയാസപ്പെട്ട കാര്യമില്ല. ഇച്ചിരി വലിയൊരു ബലൂണൊന്നും ഉണ്ടാക്കിയിട്ട് കാൽവറയിൽ പോകുന്നതിന് പകരം, മരിക്കുന്നതിന് പകരം നേരെ ചവിട്ടി പൊട്ടിച്ചായിരുന്നെങ്കിൽ എന്ത് ഈസി ആയിരുന്നല്ലേ. റൈറ്റ്. അപ്പോൾ ബലൂൺ ചവിട്ടി പൊട്ടിച്ചാൽ പോകുന്നൊന്നും അല്ല എന്ത് പിശാചെന്ന് പറയുന്നത്. പിശാച് പ്രവർത്തിക്കുന്ന ആ ഒരു തരത്തിലല്ലാതാനും നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മളുടെ ഓരോ ചിന്തകളിലും വികാരങ്ങളിലും, അതായത് നമ്മുടെ ചിന്തയുടെയും വികാരത്തിന്റെയും ലോകത്ത് പിശാച് പ്രവർത്തിക്കുന്ന എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒരു കാര്യം ഞാൻ പറയാം, നമ്മൾ പിശാചിന്റെ ഇരകളല്ല എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം. പിശാചിന് നമ്മളെ ബന്ധിക്കാൻ കഴിയത്തില്ലെന്ന് മനസ്സിലാക്കണം. പിശാചിന് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. പിശാചിന്റെ കയ്യിൽ സ്വയം ഏൽപ്പിച്ചു കൊടുക്കുന്നവരെ മാത്രമേ പിശാചിനെ ബന്ധിക്കാൻ പറ്റുള്ളൂ. പിശാചിന് അവരെ തന്നെ കൊടുക്കുകയാണെങ്കിൽ പിശാചിനെ ബന്ധിക്കാം. അല്ലാതെ ആത്മീകനായ ഒരു വ്യക്തിയെ പിശാചിന് വന്ന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ബന്ധിക്കാൻ പറ്റത്തില്ല. പക്ഷെ പിശാചിന് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. നമ്മുടെ വികാരത്തെയും ചിന്തകളെയും അവനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 13 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പത്രോസിന്റെ കൺഫെഷനാണ് നമ്മൾ കാണുന്നത് അല്ലെ. പത്രോസ്, കർത്താവ് ചോദിച്ചു, നിങ്ങൾ എന്നെക്കുറിച്ച് അല്ലെങ്കിൽ മനുഷ്യരെന്തൊക്കെയാണ് എന്നെക്കുറിച്ച് പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അതിന്റെ 13 മുതലുള്ള വാക്യങ്ങൾ. യേശു ഫിലിപ്പിന്റെ കൈസരിയുടെ പ്രദേശത്ത് എത്തിയ ശേഷം തന്റെ ശിഷ്യന്മാരോട്, ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചു. ചിലർ യോഹന്നാൻ സ്നാപകൻ എന്നും മറ്റു ചിലർ ഏലിയാവെന്നും വേറെ ചിലർ ഇരമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്നും പറയുന്നു എന്ന് അവർ പറഞ്ഞു. നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചതിന് ശിമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ബർയോന ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവ് അത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. നീ പത്രോസ് ആകുന്നു. ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കുന്നു. നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കുമെന്ന് പറയുന്നു. ഇവിടെ പത്രോസ് കർത്താവിനോട് പറയുകയാണ്, നീ നീ സ്വർഗസ്വനായ പിതാ, അല്ലെങ്കിൽ യു ആർ ദ മെസ്സയ, നീ ക്രിസ്തുവാണ്,
ജനങ്ങൾ എന്ത് പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ ജനങ്ങൾ പറയുന്നത് നീ ഏലിയാവാണ്, യോഹന്നാൻ സ്നാപകനാണ്, യെരമ്യാവാണ്, വേറൊരു പ്രവാചകനാണ് എന്നൊക്കെ പറയുന്നു. കർത്താവ് പറഞ്ഞു ലീവ് ദം. വാട്ട് ഡു യു സേ അബൌട്ട് മീ? നീ നിങ്ങൾ എന്നെ കുറിച്ച് എന്താ പറയുന്നത്? പത്രോസ് പറഞ്ഞു യു ആർ ദ ക്രൈസ്റ്റ്, നീ ദൈവപുത്രനായ ക്രിസ്തുവാണ്. കർത്താവ് പറഞ്ഞു ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തിയത്, സ്വർഗസ്ഥനായ എന്റെ പിതാവാണ്. അപ്പൊ അതൊരു വെളിപ്പാടാണ്. വെളിപ്പാട് ആത്മാവിലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? തിരിച്ചറിയാൻ പറ്റുള്ളൂ, ഇല്ലേ? അതുകൊണ്ടാണ് താഴെ അതിന്റെ 20ാമത്തെ വാക്യത്തിൽ പറയുന്നത്, പിന്നെ താൻ ക്രിസ്തു ആകുന്നു എന്ന് ആരോടും പറയാതിരിപ്പാൻ ശിഷ്യന്മാരോട് കൽപ്പിച്ചു. അതൊരു വലിയൊരു ഫാക്റ്റാണ്. അതായത് വെളിപ്പാടിലൂടെ അല്ലാതെ വാക്കുകളിലൂടെ തിരിച്ചറിഞ്ഞാൽ അതിന്റെ ശക്തി അങ്ങ് ചോർന്നു പോകും. സത്യമായിരിക്കും, യേശു ക്രിസ്തുവാണെന്നുള്ള സത്യം വെളിപ്പാടിലൂടെ അറിയാവൂ, അല്ലാതെ അറിഞ്ഞു. ഇന്നത്തെ പ്രശ്നം എല്ലാവരും പറയുന്നത് എന്താണ്? യേശു ക്രിസ്തുവാണ്. പക്ഷെ എന്തുണ്ടായിട്ടില്ല? അവർക്ക് വെളിപ്പാടുണ്ടായിട്ടില്ല. വെളിപ്പാടുണ്ടായവന്റെ വാക്കുകൾ ബുദ്ധിയിൽ അറിഞ്ഞവനാണ് യേശു കർത്താവാണെന്ന് അല്ലെ ക്രിസ്തുവാണെന്ന് പറയുന്നത്. പക്ഷെ അവൻ ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല? പിതാവിൽ നിന്നുള്ള വെളിപ്പാട് പ്രാപിച്ചിട്ടില്ല. അപ്പോൾ പത്രോസിന് വെളിപ്പാടുണ്ടായി. ഞാൻ പെട്ടെന്ന് പോട്ടെ. പത്രോസിന് വെളിപ്പാടുണ്ടായി. എന്ത് വെളിപ്പാടുണ്ടായി? ക്രിസ്തു അല്ലെങ്കിൽ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് യേശു എന്നുള്ള വെളിപ്പാടുണ്ടായി. ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിയിലല്ല നീ ഇത് മനസ്സിലാക്കിയെന്നേ അർത്ഥമുള്ളൂ, അല്ലാതെ വേറെ അർത്ഥമൊന്നുമില്ല. അതായത് ബുദ്ധിപരമായി ആലോചിച്ചു കഴിഞ്ഞാൽ ഞാൻ മശിഹയാണെന്നൊന്നും ചിന്തിച്ച് മനസ്സിലാക്കി വിശകലനം ചെയ്ത് അത് പറയത്തക്ക രീതിയിലുള്ള ബുദ്ധിയൊന്നും നിനക്കില്ല പത്രോസേ. ഇനിയിപ്പം വിജ്ഞാനികളായ പരീശന്മാരോ ശാസ്ത്രിമാരോ അല്ലെങ്കിൽ അതുപോലുള്ള ആളുകളൊക്കെ ആലോചിച്ച് എല്ലാം പറഞ്ഞാൽ പിന്നെ വേണ്ടിയല്ല. പക്ഷെ അത്രയൊന്നും ചിന്തിക്കാനും പറയാനുള്ള ബുദ്ധിയൊന്നും ആർക്കില്ല, പത്രോസിനില്ല. അതുകൊണ്ട് ആ വെളിപ്പാടുണ്ടായതും. പല സമയത്ത് ഈ വിശകലനം നടത്താൻ കഴിവുള്ള ആളുകൾക്ക് എന്തുണ്ടാകത്തില്ല? വെളിപ്പാടുണ്ടാകത്തില്ല. കാര്യം അവർ വിശകലനം നടത്തിക്കൊണ്ടിരിക്കും, ഇല്ലേ? വെളിപ്പാട് എപ്പോഴും ഉണ്ടാകുന്ന ആർക്കാണ്? ശിശുക്കൾക്കാണ്, അല്ലേ? അതുകൊണ്ടാണ് പറഞ്ഞത് നീ ജ്ഞാനികൾക്കും വിവേകികൾക്കും ഇത് മറച്ച് ശിശുക്കൾക്ക് എന്ത് ചെയ്തിരിക്കുന്നു? വെളിപ്പെടുത്തിയിരിക്കുന്നു. പക്ഷെ അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് വെളിപ്പാടുണ്ടായ പത്രോസ്. നോക്കുക, കർത്താവ് പറഞ്ഞു നീ മനസ്സിലാക്കിയല്ലോ ഞാൻ മശിഹയാണെന്ന്. പക്ഷെ എങ്ങനെയാ മശിഹയാകുന്നെന്ന് അറിയാമോ? താഴോട്ട് വായിക്കുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ യെരുശലേമിൽ പോകുകയാണ്. അവിടെ വെച്ച് താൻ യെരുശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ച കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടതെന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. കർത്താവ് പറഞ്ഞു ഞാൻ മശിഹയാണ്, പക്ഷെ മശിഹയാകുന്നത് മരിച്ചിട്ടാണ്, ക്രൂശിക്കപ്പെട്ടിട്ടാണ്, അടികൊണ്ടിട്ടാണ്, തകർക്കപ്പെട്ടിട്ടാണ്, അടക്കപ്പെട്ടിട്ടാണ്, പിന്നെ ഉയർത്തെഴുന്നേറ്റാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? മശിഹയാകുന്നത്. ഉടനെ പത്രോസ് പറഞ്ഞു കർത്താവേ അതൊന്നും വേണ്ട, നീ ഡയറക്റ്റായിട്ട് അങ്ങ് മശിഹയായാൽ മതി, നീ ക്രൂശിക്കപ്പെടുകയൊന്നും വേണ്ട. ഉടനെ കർത്താവ് എന്ത് പറയുന്നത് അവനോട്? സാത്താനെ എന്നെ വിട്ടുപോ. എന്തൊരു കഷ്ടമാണെന്ന്. വാസ്തവത്തിൽ പത്രോസ് ഭയങ്കര സ്നേഹമുള്ളതുകൊണ്ടല്ലേ ഇത് പറഞ്ഞു, അല്ലാതെ തന്നെ ദേഷ്യം കൊണ്ടൊന്നും അല്ലല്ലോ. യേശു ക്രൂശിക്കപ്പെടരുത് എന്നുള്ള സ്നേഹത്തിൽ നിന്നാ പറയുന്നത്. അപ്പൊ സ്നേഹത്തിൽ നിന്ന് പറഞ്ഞിട്ടും കർത്താവ് അവനെ വിളിച്ചതെന്താ? സാത്താനെ എന്നാ. ചിലപ്പം ഇതാണ് എനിക്ക് ഹെപ്പറ്റൈറ്റിസ് വൈറൽ അറ്റാക്ക് ഉണ്ടായ സമയത്ത് എല്ലാവരും എന്നോട് പറഞ്ഞു 1 year എങ്കിലും റെസ്റ്റ് എടുക്കണം, എന്നാലേ എന്റെ ലിവർ ഒത്തിരി ഡാമേജ്ഡ് ആയിപ്പോയി. അതൊന്ന് റീഗെയിൻ ചെയ്യാനായിട്ട് 1 year റെസ്റ്റ് എടുക്കണം, വെറുതെ ആവശ്യമില്ലാതെ എങ്ങും പോകരുത്. അപ്പം ഡോക്ടർ മുരളി, മാത്യു തോമസ് സാറും എല്ലാം കൂടി ഒരു ദിവസം വീട്ടിൽ വന്ന് താമസിച്ചിട്ട് ഞങ്ങളുടെ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി അവനെ സൂക്ഷിക്കണം, ഇവന് എല്ലാം കളഞ്ഞേച്ച് പെട്ടെന്ന് പോകും, അവനെ വിടരുത്, 1 വർഷമെങ്കിലും അവനൂടെ. മാത്യു തോമസ് സാർ ചില സ്ട്രോങ് ആയിട്ട്, അമ്മച്ചി 1 വർഷത്തേക്ക് ഇവനെ നോർത്ത് ഇന്ത്യയിലൊന്നും പറഞ്ഞു വിട്ടേക്കരുത്. ഞാൻ അവരെ വിളിക്കാൻ പറ്റുമോ? സാത്താനെ ഇറങ്ങിപ്പോ എന്റെ വീട്ടിൽ നിന്ന് എന്ന് പറയാൻ പറ്റുമോ? കാര്യം അവരെന്താ, ഞാൻ വടക്കേ ഇന്ത്യയിൽ പോയി സുവിശേഷ വേല ചെയ്യുന്നതിനകത്തുള്ള സങ്കടം കൊണ്ട് വല്ലതും പറഞ്ഞാണോ? അല്ല, സ്നേഹം കൊണ്ട് പറഞ്ഞതാണ്, ഇല്ലേ? ഇതേപോലെ തന്നെ സ്നേഹം കൊണ്ടാ പത്രോസ് പറഞ്ഞത് നീ ക്രൂശിക്കപ്പെടരുത് എന്ന്. പക്ഷേ സ്നേഹം കൊണ്ട് പറഞ്ഞെങ്കിലും കർത്താവ് അവനെ വിളിച്ചെന്താ? സാത്താനെ എന്നാ. എന്തുകൊണ്ടാണെന്നറിയാമോ? വെളിപ്പാട് പ്രാപിച്ച് 1 മിനിറ്റ് കഴിയുന്നതിന് മുമ്പ് അവൻ സാത്താനാൽ ഇൻഫ്ലുവൻസ്ഡ് ആയെന്നുള്ളതാണ്. അവിടെയാണ് ഇതിന് തകരാറ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് Satan cannot bind you, but Satan can influence you. വെളിപ്പാടുള്ളവനെ സാത്താൻ വന്ന് പിടിച്ചു കെട്ടാനൊന്നും പറ്റത്തില്ല, പക്ഷെ വെളിപ്പാടുള്ളവനെയും സാത്താൻ എന്ത് ചെയ്യാൻ പറ്റും? ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് പറ്റും എന്ന് പറയുന്നത്. 1 minute. ആൻഡ് കർത്താവ് പറയാണ് നിന്റെ പിന്നിൽ നേരത്തെ ആരാണ് പ്രവർത്തിച്ചത്? ഞാൻ ക്രിസ്തുവാണെന്ന് വെളിപ്പെടുത്തിയത് ആരാണ്? എന്റെ സ്വർഗസ്ഥനായ പിതാവാണ്. ഞാൻ മരിക്കരുത് എന്ന ആഗ്രഹം നിന്നിൽ തന്നത് ആരാണ്? സാത്താനാണ്. ഇറ്റ് വാസ് Satan at work. Okay? In 1 minute
ഡിഫറൻസ് നോക്കണം. ഒരു മിനിറ്റ് മുമ്പ് ആരാ പ്രവർത്തിച്ചത് അവനിൽ? സ്വർഗസ്ഥ പിതാവ്. പക്ഷെ ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവനിൽ പ്രവർത്തിച്ചത് ആരാണ്? സാത്താൻ. ഇൻഫ്ലുവൻസ് ചെയ്തത്. എന്റെ ഓരോ പ്രവൃത്തിയെയും സാത്താൻ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് തിരിച്ചറിഞ്ഞ് അതിന് ഞാൻ എന്ത് ചെയ്തേ പറ്റുമെന്ന് അറിയാമോ? ഐ നീഡ് ടു ബി ഇൻ ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്, എസ്പെഷ്യലി ഇൻ ദ സ്പിരിറ്റ് റൺ. ഞാൻ ആത്മതലത്തിലേക്ക് പ്രവേശിച്ചാലേ പറ്റുള്ളൂ. നമ്മുടെ ഉള്ളിലേക്ക് ഹ്യൂമൻ തോട്ട് കൊടുത്തുവിടുന്നത് പിശാചാണ്. ഹ്യൂമൻ തോട്ട്, ദാറ്റ് വാസ് എ ഹ്യൂമൻ തോട്ട്. അതൊരു ഹ്യൂമൻ തോട്ടാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, സാത്താനെ എന്നെ വിട്ടുപോ, നീ ദൈവത്തിൻ്റെതല്ല പിശാചിൻ്റെത് അത്ര അന്വേഷിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അല്ല, നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേത് അത്ര അന്വേഷിക്കുന്നത്. അല്ലാതെ പിശാചിന്റെ പുറകെ പോയ ആളല്ല ആര്? പത്രോസ്. അവൻ ആരുടെ പുറകെ പോയെന്നാ പറഞ്ഞിരിക്കുന്നത്? മനുഷ്യന്റെ ചിന്തയിലേക്ക് ഇറങ്ങിപ്പോയി. പിതാവിന്റെ വെളിപ്പാടും മനുഷ്യന്റെ ചിന്തയും കോൺട്രാസ്റ്റ് എപ്പോഴും, അതായത് ദൈവികതയും പൈശാചികതയും തമ്മിലാണ് കോൺട്രാസ്റ്റ് എങ്കിൽ മനസ്സിലാക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഒരു ആത്മീകനെ പെട്ടെന്നൊന്നും പിശാചിന് അവന്റെ സ്വന്തം മുഖം കാണിച്ച് കളിപ്പിക്കാൻ പറ്റത്തൊന്നുമില്ല. എന്നെ കൊണ്ട് ഇപ്പം കള്ളു കുടിപ്പിക്കാനോ വിചാരം ചെയ്യിക്കാനോ ഒക്കെ ഇച്ചിരി പ്രയാസമാണ് പിശാചിന്. കാര്യം നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യും? നമുക്കത് മനസ്സിലാകും, ഇത് പിശാചിന്റെ പരിപാടിയാണ്. പക്ഷെ ഹ്യൂമൻ തോട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ ശരിക്കും സ്പിരിറ്റ് തലത്തിലല്ലെങ്കിൽ ഇത് ദൈവികമാണോ മാനുഷികമാണോ എന്ന് തിരിച്ചറിയാൻ വയ്യാതെ വരും. യു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ്? അവിടെയാണ് സ്പിരിറ്റ് തലത്തിൽ നടക്കുന്ന ഒരാൾക്ക് മാത്രമേ ദൈവികതയും മാനുഷികതയും തമ്മിൽ തിരിച്ചറിയാൻ പറ്റൂ. ഹ്യൂമൻ ഇന്റലിജൻസിൽ പോലും ദൈവികതയും പൈശാചികതയും തമ്മിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റിയേക്കും, അല്ലേ? നമുക്ക് തന്നെ അറിയാമല്ലോ. ഇപ്പൊ അതിനിപ്പം പ്രത്യേകിച്ച് വെളിപ്പാടിനൊന്നും ഒന്നും ആവശ്യമില്ല. ഒരുത്തനെ കൊല്ലാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുത്തനെ കൊല്ലുന്നത് ഇപ്പം ദൈവികതയാണോ എന്ന് സംശയം വല്ലതും ഉണ്ടാകാനായിട്ട് സ്പിരിറ്റ് തലത്തിൽ കയറി ഇരുന്ന് എന്തെങ്കിലും പറയേണ്ട കാര്യം വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. ഒരുത്തനോട് ഞാൻ ഒരുത്തനെ കൊല്ലാനായിട്ട് എനിക്കൊരു വലിയൊരു പ്രേരണ ഉണ്ടായി, അത് ദൈവം തന്ന ചിന്തയാണോ എന്നറിയാനായിട്ട് ഞാൻ പ്രത്യേകിച്ച് വല്ലതും ചിന്തിക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ? ഇല്ല. അതിന് ഹ്യൂമൻ ഇന്റലിജൻസ് മതി. അല്ലെങ്കിൽ സാധാരണ ആത്മലോകത്തിലേക്കൊന്നും കടക്കാതെ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ മാനുഷിക ചിന്ത എന്നിലേക്ക് പിശാച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് തിരിച്ചറിയണമെങ്കിൽ ഞാൻ എന്ത് ചെയ്തേ പറ്റുള്ളൂ? ആത്മതലത്തിൽ സഞ്ചരിച്ചേ പറ്റൂ. So praying in spirit and living in spirit realm is essential to know or differentiate between divinity and human things. Divine things, divine and human. That difference. ആ ഡിവൈൻ ഹ്യൂമൻ എന്നുള്ള ദൈവികം മാനുഷികം എന്നുള്ള ഡിഫറൻസ് നമ്മൾ തിരിച്ചറിയാനായിട്ട് ഒരു ആത്മതലത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചേ പറ്റുകയുള്ളൂ. So there is a spirit behind every human thought. There is a spirit behind many of the deeds. ഓരോ പ്രവൃത്തിയുടെയും, അതായത് പിശാചിന്റെ പ്രവൃത്തികൾ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയണം അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സ്പിരിറ്റ് എന്താണ്. ഒരു സ്പിരിറ്റാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. വി നീഡ് ടു സീ ദ സ്പിരിറ്റ് ബിഹൈൻഡ്. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തില് നമുക്ക് പോരാട്ടമുള്ളത്. വി ആർ റെസ്ലിംഗ് അഗൈൻസ്റ്റ് ദ സ്പിരിറ്റ് ഓഫ് ദിസ് വേൾഡ്. സ്പിരിറ്റ്, ദർ ഇസ് എ സ്പിരിറ്റ് ബിഹൈൻഡ്. മനുഷ്യന്റെ ഏത് പ്രവൃത്തിയുടെയും പിന്നില് പ്രവർത്തിക്കുന്ന ഒരു സ്പിരിറ്റ് ഉണ്ട്. ഞങ്ങൾക്ക് ജ്ഞാനി എന്ന് പറഞ്ഞ ഒരു സുവിശേഷകനുണ്ട്. ജ്ഞാനി എന്ന് അവന്റെ പേര്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ പേര് ജ്ഞാനി എന്നാണെങ്കിലും അവൻ നേരത്തെ ഒരു മെന്റലി ക്രാക്കായിരുന്നു. അവന് ചങ്ങലയ്ക്കകത്ത് കിടന്നതാണ്. അവിടുന്ന് കർത്താവ് അവനെ വിടുവിച്ചു. വിദ്യാഭ്യാസമൊന്നുമില്ല, ബൈബിൾ സ്കൂളിൽ പഠിച്ചു, ഇപ്പോൾ ഒരു സ്ഥലത്ത് പാസ്റ്ററാണ്. പക്ഷേ ഇവന്റെ ഓരോ ഉദാഹരണങ്ങളും കാര്യങ്ങളും ഒക്കെ കേട്ട് കഴിഞ്ഞാൽ വലിയ പഠിച്ചവർ പറയുന്നതിനേക്കാൾ കറക്റ്റാണ്. അപ്പൊ ദൈവം കൊടുക്കുന്ന ജ്ഞാനം ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഇവൻ മീറ്റിംഗ് നടത്തിക്കൊണ്ടിരുന്ന കൂട്ടത്തിൽ ഒരു കള്ളുകൂടിയൻ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കി. അപ്പൊ ആ ഗ്രാമത്തിലെ ആളുകളെ ഈ കള്ളുകൂടിയനോട് ചൂടായി. നമ്മുടെ വിശ്വാസികളൊന്നും അല്ല, അല്ലാത്തവൻ തന്നെയാണ്. അവർക്കും തോന്നി ഇവനെ വെറുതെ വന്ന് ഉപദ്രവിക്കുന്നു. അപ്പൊ ചിലരവനെ തല്ലാൻ വരെ തുടങ്ങി. അപ്പോഴത്തേക്ക് ജ്ഞാനി ഇവനോട് പറഞ്ഞു, നിങ്ങൾ നിർത്ത, കാര്യങ്ങൾ നിർത്ത്, ഇതൊന്നും ഇവനല്ല ചെയ്യുന്നത്. നിങ്ങളൊരു ട്രക്ക്, ഒരു ബൈക്കുകാരനെ ഇടിച്ചെന്ന് വെക്ക്, നിങ്ങൾ ചെന്നിട്ട് എന്താ ചെയ്യുന്നത്? ട്രക്കിനെ ഇട്ട് തൊഴിക്കുകയാണോ? നിങ്ങൾ അതിന്റെ ഡ്രൈവറെ അല്ലേ പിടിച്ച് അടിക്കത്തുള്ളൂ? ഇവനൊരു ട്രക്ക് പോലെ ഉള്ളൂ. ഇവനെ ഡ്രൈവ് ചെയ്യുന്നത് വേറൊരുത്തനാ. അവനോടാ നിങ്ങൾ ഫൈറ്റ് ചെയ്യണമെന്ന്. കണ്ടോ? ഞാൻ പറഞ്ഞു, എനിക്ക് തോന്നുന്നില്ല ആ സമയത്ത് അങ്ങനൊരു ഒരു കാര്യം പറയാനും തക്കോണ്ടുള്ള ബുദ്ധി എനിക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ദൈവം എന്ത് ചെയ്യുന്നു? അങ്ങനെയുള്ള ഏറ്റവും സാധാരണക്കാരായ ആളുകളുടെ വായിലൂടെ കൊടുക്കുന്ന ആ വാക്കുകൾ നോക്ക്.
അവൻ പറഞ്ഞ എത്ര കറക്റ്റാ. ഒരു ട്രക്ക് ചെന്ന് ഒരു ബൈക്കേ ചെന്നിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ട്രക്കിനിട്ട് തൊഴിക്കുക ചെയ്യുന്നേ ആണോ? നമ്മൾ എന്ത് ചെയ്യുന്നത്? ട്രക്ക് ഡ്രൈവ് ചെയ്തവനെയല്ലേ പിടിക്കുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോട് അല്ല. ഈ ജഡരക്തങ്ങളായി നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്ന വ്യക്തികളെ നിയന്ത്രിക്കുന്ന സ്പിരിറ്റ് ഉണ്ട്. ആ സ്പിരിറ്റിനോടാണ് നമ്മളുടെ പോരാട്ടം. അതാണ് സ്പിരിച്വൽ വാർഫെയർ. ഞാൻ പറഞ്ഞല്ലോ, വളരെ വിശാലമായിട്ട് പഠിക്കേണ്ട ഒരു സബ്ജക്റ്റാണ്. ഞാൻ അതിന്റെ ആ ഒരു കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പെട്ടെന്ന് പറഞ്ഞു പോകുന്നുള്ളതേ ഉള്ളൂ. ദർ ഇസ് എ സ്പിരിറ്റ് ബിഹൈൻഡ് എവറിഥിങ്. ഈ സ്പിരിറ്റിനോട് ആണ് നമ്മൾക്ക് പോരാട്ടമുള്ളത്. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിന്റെ 17-18 വാക്യങ്ങൾ വായിക്കാം. നോക്കുക, അവളിലുള്ള ഭൂതത്തോട് അല്ലെങ്കിൽ സ്പിരിറ്റിനോട്. അവളോടല്ല ശരിക്കും പറയുന്നത്. ആരോടാണ്? അവളിലുള്ള ഭൂതത്തോട്. കാര്യം അത് മനസ്സിലാക്കാനും ഇത് ആത്മീകർക്ക് ഈ കാര്യങ്ങൾ പറ്റത്തുള്ളൂ. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഒന്ന്, ഈ പെങ്കൊച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമല്ലേ? ഈ വെളിച്ചപ്പാടത്തിൽ പറഞ്ഞ എന്താണ്? ഇവർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് ഉപദേശിക്കുന്നു. വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ സുവിശേഷത്തിന് കൂടുതൽ സാധ്യത ഉണ്ടാക്കി കൊടുക്കത്തക്ക രീതിയിൽ ഭൂതം പോലും പറയുകയാണ് എന്ത്? രക്ഷാമാർഗം നിങ്ങളോട് ഉപദേശിക്കുന്നു. നമ്മളാണെങ്കിൽ കോളറൊക്കെ പിടിച്ചു പറയുന്നത് കണ്ടോ, ഭൂതത്തിന് പോലും മനസ്സിലായി ഞാൻ ദൈവത്തിന്റെ ദാസനാണെന്ന്, അത്യുന്നതനായ ദൈവത്തിന്റെ ദാസനാണെന്നുള്ളത് മനസ്സിലായി. കണ്ടോ? അല്ല, കണ്ടോ, രക്ഷാമാർഗം ഞങ്ങൾ പറയുന്നതാണെന്ന് മനസ്സിലായില്ലേ? കണ്ടില്ലേ? ഭൂതം പറഞ്ഞു കേട്ടില്ലേ? പരിശുദ്ധാത്മാവിൻ കൂട്ടായ്മ വേണം. പരിശുദ്ധാത്മാവിൻ കാവൽ വേണം. പരിശുദ്ധാത്മാവൻ കൂടെ വേണം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവിൻ കൂട്ടായ്മ വേണം. പരിശുദ്ധാത്മാവിൻ കാവൽ വേണം. പരിശുദ്ധാത്മാവൻ കൂടെ വേണം. പരിശുദ്ധാത്മാവേ, വസിക്കും നല്ല ആത്മാവേ, എന്നെ നടത്തും ദൈവാത്മാവേ. എന്നിൽ വസിക്കും നല്ല ആത്മാവേ, എന്നെ നടത്തും ദൈവാത്മാവേ. എന്നോട് മിണ്ടും, എൻ കൂടെയിരിക്കും. എന്നോട് മിണ്ടും, എൻ കൂടെയിരിക്കും. നല്ല സഖിയേ, നല്ല തുണയേ, പരിശുദ്ധാത്മാവേ. നല്ല സഖിയേ, നല്ല തുണയേ, പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവിൻ കൂട്ടായ്മ വേണം. പരിശുദ്ധാത്മാവിൻ കാവൽ വേണം. പരിശുദ്ധാത്മാവൻ കൂടെ വേണം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവിൻ കൂട്ടായ്മ
പരിശുദ്ധാത്മാവേ